ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഹെബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 6-ാം തിരുവചനം വ്യക്തമാക്കുന്നു, തൻ്റെ ആദ്യജാതനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ ദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, തൻ്റെ ആദ്യജാതനായ യേശുവിനെ പരിശുദ്ധ മറിയത്തിന്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ അയച്ചപ്പോൾ പിതാവായ ദൈവം പറഞ്ഞു, ദൈവത്തിന്റെ ദൂതന്മാരെല്ലാം യേശുവിനെ ആരാധിക്കട്ടെ. തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, യേശുവിന്റെ ജനന സമയത്ത് ജ്ഞാനികൾ യേശുവിനെ കാണുകയും കുമ്പിട്ട് ആരാധിക്കുകയും ആട്ടിടയന്മാർ ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിക്കുകയും ചെയ്തത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ലൂക്കായുടെ സുവിശേഷത്തിൽ നാം കാണുന്നു, യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. അവിടെ വച്ച് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട സമയം പിശാച് യേശുവിനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിന്റേതാകും. യേശു മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ആരാധന കർത്താവിന് മാത്രമുള്ളതാണ്, പിശാചിനുള്ളതല്ല. ഇന്ന് പലരും കർത്താവിന് കൊടുക്കേണ്ട സമയം ആരാധന മറ്റു പലതിനും കൊടുക്കുന്നു. അല്പം പണലാഭത്തിനു വേണ്ടി, കാര്യസാധത്തിനായി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പിശാചിനെ പൂജിക്കുന്ന നാമമാത്ര ക്രിസ്ത്യാനികൾ നിരവധിയാണ്. എന്നാൽ തിരുവചനം പുറപ്പാടിന്റെ പുസ്തകം 23-ാം അധ്യായം 25-ാം വാക്യം ഇങ്ങനെ വ്യക്തമാക്കുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും, ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല, നിനക്കു ഞാൻ ദീർഘായുസ് നൽകും. തിരുവചനം വ്യക്തമാക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. നമുക്കെല്ലാ ദിവസവും യേശുവിന്റെ കൂടെ ആയിരിക്കാം. യേശുവിന്റെ ചാരത്തിരുന്ന്, കർത്താവേ, എനിക്ക് അങ്ങേ വിട്ട് പിരിയാൻ കഴിയുകയില്ല എന്ന് വിളിച്ചു പറഞ്ഞ് കർത്താവിൻ്റെ കൂടെ ചേർന്ന് ഇരുന്ന് നമ്മുടെ യാചനകളും പ്രാർത്ഥനകളും അവിടുത്തെ സമർപ്പിച്ചു നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, യേശുവിന്റെ കൂടെ ഞാനങ്ങേ സ്നേഹിക്കുന്നു, ദിനവും യേശുവിന്റെ ചാരേ, ഓ ജീസസ്, ദിനവും യേശുവിന്റെ കൂടെ, ഓ ഗ്ലോറി, ദിനവും യേശുവിന്റെ ചാരേ, പിരിയാൻ കഴിയില്ലെനിക്ക് യേശുവേ, പ്രിയരേ യേശുനാഥ, ഓ ഗ്ലോറി, പിരിയാൻ കഴിയില്ലെനിക്ക്, പ്രിയരേ യേശുനാഥ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു കർത്താവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നു നാഥാ, സ്നേഹിക്കുന്നേ, ഓ യേശുവേ, സ്നേഹിക്കുന്നേ യേശുവേ, ഹല്ലേലൂയ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. യേശു പറയുന്നു, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം എന്നെ ഏൽപ്പിക്കുവിൻ, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കർത്താവേ, അങ്ങേ പിരിഞ്ഞ് കർത്താവേ ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല, അങ്ങല്ലാതെ ഒന്നും നേടുവാനില്ല. ഇല്ല കർത്താവേ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരും. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ, ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവേ, അങ്ങേ അല്ലാതെ ഒന്നും നേടുവാൻ കർത്താവേ, ഇല്ലല്ലോ,
നാഥ. അങ്ങേ പിരിഞ്ഞും ഓ ജീസസ്, അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങേ അല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. ഞങ്ങളങ്ങേ സ്നേഹിക്കുന്ന കർത്താവേ, ഒത്തിരട്ടി സ്നേഹത്തോടെ തിരിച്ചു വരുന്നപ്പാ, സ്നേഹിക്കുന്ന നാഥ, സ്നേഹിക്കുന്നേ യേശുവേ. ഓ ജീസസ്, സ്നേഹിക്കുന്നേ, ഹല്ലേലൂയ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? വേറൊന്നിലും ഞാൻ തൃപ്തനാകുന്നില്ല കർത്താവേ, എൻ്റെ ദാഹം മുഴുവനും അങ്ങിലാണ്. വേറൊന്നിനാലും ഞാൻ ഹല്ലേലൂയ, തൃപ്തനാവില്ല. എന്റെ ദാഹം നിന്നിൽ തന്നെയാ. ആമേൻ. ജീവൻ നൽകിടും ജീവന്റെ അപ്പം നീ. ഓ ജീസസ്, ദാഹം തീർക്കും ജീവനദിയേ. ജീവനദിയെ വേറൊന്നിലും വേറൊന്നിനാലും ഞാൻ തൃപ്തനാകുന്നില്ല കർത്താവേ, തൃപ്തനാവില്ല. എൻ്റെ ദാഹം, എന്റെ ദാഹം നിന്നിൽ തന്നെയാ. ഓ ജീവൻ നൽകുന്ന കർത്താവേ, ജീവൻ നൽകിടും ജീവന്റെ അപ്പം നീ. ദാഹം തീർക്കും ജീവനദിയേ. സ്നേഹിക്കുന്ന കർത്താവേ, നേസിக்கிறേ നേസിக்கிறേ ഓ ജീസസ്, നേസിக்கிறേ യേശയ്യാ. ഹല്ലേലൂയ, നേസിக்கிறേ കർത്താവേ, ഞങ്ങൾ കടന്നു വരുന്നു. നേസിக்கிறേ ഓ ഗ്ലോറി, നേസിக்கிறേ യേശയ്യാ. ദിനവും എന്നോടുകൂടി ചേർന്ന് ഉന്നോട് ചേർന്ന് കർത്താവേ, ദിനവും എൻ്റെ മാർവിലായി ഞങ്ങൾ ചേരട്ടെ. മാർവിൽ സാய்ந்து ഹല്ലേലൂയ, ദിനവും ഉന്നോട് ചേർന്ന് ദിനവും മാർവിൽ സാய்ந்து விலக முடியாத அன்பே உயிரே என்னே சுராஜா. ജീസസ്, விலக முடியாத அன்பே உயிரே என்னே சுராஜா. സ്നേഹിക്കുന്ന പാ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക്. நேசிக்கிறே ഓ ഗ്ലോറി, நேசிக்கிறே ജീസസ്, நேசிக்கிறே യേശയ്യാ. ഹല്ലേലൂയ, നേസിக்கிறേ ആരാധിക്കുന്ന കർത്താവേ, നേസിக்கிறേ ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവേ, നേസിக்கிறേ യേശയ്യാ. ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. നേസിக்கிறേ നേസിக்கிறേ ആരാധന കർത്താവേ, നേസിக்கிறേ യേശയ്യാ. ഞങ്ങളങ്ങേ സ്നേഹിക്കുന്ന പാ, സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ സ്നേഹിക്കുന്നേ. ഇന്നേ ദിവസം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകലരിലും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹവും സംരക്ഷണവും ഉണ്ടാകട്ടെ എന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.